അഴീക്കോട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേറുകയാണ്. ഇടത് വലത് മുന്നണികളുടെ പ്രധാന സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം ശ്രദ്ധേയമാകുമ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥിയും വിജയപ്രതീക്ഷയിലാണ്. മണ്ഡലത്തിലെ രാഷ്ട്രീയ ചൂട് ദിനംപ്രതി ഉയരുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നുവന്ന കെ.വി. സുമേഷ് സംഘടനാ മികവും ഭരണപരിചയവും ഒരുമിപ്പിച്ച നേതാവെന്ന നിലയിൽ ശ്രദ്ധേയനാണ്. സിറ്റിംഗ് എം.എൽ.എ.യായ സുമേഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ.എം. ഷാജിയെ 6141 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലെത്തിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ അദ്ദേഹം 2015 മുതൽ 2020 വരെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചു. SFI സംസ്ഥാന പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വരെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും ജനങ്ങളുമായുള്ള ബന്ധവും ശക്തമാക്കി വീണ്ടും ജനവിധി തേടുകയാണ് കെ.വി. സുമേഷ്. അഴീക്കോട് മണ്ഡലത്തിൽ വികസന കാര്യത്തിൽ വൻ മുന്നേറ്റമാണ് നടത്തിയത്. അഴീക്കോട് പോർട്ട്, ചിറക്കൽ ചിറ, പുതിയ തെരു ട്രാഫിക് പരിഷ്കരണം തുടങ്ങി വലിയ വികസനമാണ് നടത്തിയതെന്ന് കെ.വി. സുമേഷ് പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവമാണ്. അഴീക്കോട് എക്കാലത്ത് നല്ല UDF ആഭിമുഖ്യമുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ ജയിച്ചു 6000-ലേറെ വോട്ടിന്. ഇത്തവണ 2 റൗണ്ട് പര്യടനം പൂർത്തിയാക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ലഭ്യമാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ മികച്ച ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഇത്തവണ നമുക്ക് ലഭിക്കുന്നു. അത് കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ ജയിച്ചതിനേക്കാൾ വോട്ടിന് ഞങ്ങൾ ഇത്തവണ ജയിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് അബ്ദുൽ കരീം ചേലേരി. സംഘടനാ പ്രവർത്തനത്തിലൂടെ സ്വന്തം സ്ഥാനം ഉറപ്പിച്ച അദ്ദേഹം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ ശൈലിയിലൂടെ ശ്രദ്ധ നേടുന്ന വ്യക്തിയാണ്. MSF പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്ന ചേലേരി ഇന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റും UDF കൺവീനറുമാണ്. പഞ്ചായത്ത് മുതൽ നഗരസഭ വരെയുള്ള ഭരണപരിചയവും വിവിധ സംഘടനാ ചുമതലകളിലെ സജീവ സാന്നിധ്യവും അദ്ദേഹത്തിന് ശക്തമായ അടിത്തറ ഒരുക്കുന്നു. പ്രാദേശിക പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രതീക്ഷകളും മുൻനിർത്തി മാറ്റത്തിനായുള്ള സന്ദേശവും ായാണ് ജനങ്ങളിലേക്ക് കരീം ചേലേരി എത്തുന്നത്. ആസൂത്രണം നടത്താൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് അഴീക്കോടിന്റെ ചിത്രം. നിങ്ങൾ ഫ്ലെക്സ് ബോർഡുകളിൽ 5000 കോടിയും 50,000 കോടിയും ഒക്കെ അടിച്ചു വെക്കുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ അഴിമതിയാണ് മണ്ഡലത്തിൽ പ്രധാന ചർച്ച. MLA അഴീക്കോട് മണ്ഡലത്തിൽ ഒരു വികസനവും കൊണ്ടുവന്നില്ല എന്ന് കരീം ചേലേരി പറഞ്ഞു. പക്ഷേ എൻ്റെ ആത്മവിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഓരോ പ്രദേശത്ത് പോകുമ്പോഴും പ്രായമുള്ളവർ, സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ വളരെ ആവേശപൂർവ്വമാണ് സ്വീകരിക്കുന്നത്. അവരുടെ മനസ്സിൽ, മുഖങ്ങളിൽ പ്രതിഫലിക്കുന്ന ഒരു വികാരം ഈ സർക്കാർ മാറണം എന്നുള്ളതാണ്. സർക്കാർ മാറുമ്പോൾ ആ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു MLA നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നു. അത് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. അത് കൃത്യമായി അവർ മനസ്സിലാക്കുന്നു. പരമ്പരാഗതമായി LDF UDF പോരാട്ടം നിറഞ്ഞ അഴീക്കോട് മണ്ഡലത്തിൽ മൂന്നാമത്തെ ശക്തിയായി ഉയരുക എന്ന ലക്ഷ്യത്തോടെയാണ് NDA സ്ഥാനാർത്ഥിയായ KK വിനോദ് കുമാർ രംഗത്തുള്ളത്. കണ്ണൂർ ജില്ലയിൽ BJPയുടെ സജീവ പ്രവർത്തകനായി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന KK വിനോദ് കുമാർ LDFന്റെ ഭരണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചാണ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ നമ്മുടെ അഭിമാനത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ വിടർന്ന താമര അടയാളത്തിൽ നിങ്ങളുടെ LDF UDF എന്നത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. MLA എന്ന നിലയിൽ അഴീക്കോട് മണ്ഡലത്തിൽ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. ഈ സർക്കാർ തികഞ്ഞ പരാജയമാണെന്നും KK വിനോദ് കുമാർ പറഞ്ഞു. ഇത്തവണ അഴീക്കോട് മണ്ഡലത്തിൽ SDP മത്സരിക്കുന്നില്ല. എന്താ കാരണം? KV സുമേഷിന് വേണ്ടി SDP വഴിമാറിക്കൊടുക്കുന്നു. CPMന്റെ നേതാക്കന്മാരും KV സുമേഷും SDP-യുടെ നേതാക്കന്മാരുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് SDP അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കാത്തത്. കല്യാശ്ശേരി സ്ഥാനാർത്ഥിയുണ്ട്, മറ്റ് പലയിടത്തും സ്ഥാനാർത്ഥിയുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ അഴീക്കോട് മണ്ഡലത്തിൽ SDP-ക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് KV സുമേഷിന് വേണ്ടിയാണ്. അതായത് ഈ നാടിൽ അരാജകത്വമുണ്ടാക്കാൻ, ഈ നാടിൽ ജനങ്ങളെ അശാന്തിയിലേക്ക് പടർത്തിയ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ പ്രസ്ഥാനം, ആ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് SDP. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്
അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന പ്രചാരണ പോരാട്ടത്തിൽ ജനങ്ങളുടെ വിധി ആർക്കൊപ്പമാകും എന്നറിയാൻ കാത്തിരിക്കുകയാണ് അഴീക്കോട്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.